പ്രേക്ഷകർക്ക് നീതി തേടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം നിലനിൽക്കുന്ന നീതിന്യായ സംവിധാനത്തിലുള്ള ക്രമസമാധാനത്തിൽ ജനം സുരക്ഷിതരാണോ എന്നുള്ളതാണ്. നമുക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നിരുന്നാലും നിലനിൽക്കുന്ന ഒരു ക്രമസമാധാനമുണ്ട് ഇവിടെ. ആ ക്രമസമാധാനത്തിൽ നമ്മളുടെ ജനങ്ങൾ സുരക്ഷിതരാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട മുണ്ടക്കൽ സാറിന് സ്വാഗതം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷൈജൻ സാറിന് സ്വാഗതം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുർമി ഷക്കീർ അവർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ നിയമം, ആ നിയമ സംവിധാനത്തിൽ ജനങ്ങള് സുരക്ഷിതരെ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഡ്വക്കേറ്റ് മുണ്ടക്കൽ സാറിനോട് ചോദിക്കാം. സാർ, ഈ ക്രമസമാധാനത്തിൽ ജനങ്ങൾ സുരക്ഷിതരാണോ? എന്താണ് സാറിന്റെ നിയമത്തിൽ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായൊരു മറുപടി പറയാൻ പറ്റില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിനോട് അനുബന്ധിച്ച് ഉള്ള കോടതി നിയമങ്ങളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് നിയമങ്ങളും പാലിച്ചു പോകുന്ന ഒരു സമൂഹത്തിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഈ നിയമസമാധാനത്തിൽ തകർച്ചയില്ല, നിയമം ശരിയായ രീതിയിലാണ് നടക്കുന്നത്, ഈ ക്രമസമാധാനത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ഒരേ കമ്പാരിറ്റീവാണ്. ഒരു നിയമത്തിൽ നല്ല രീതിയിലുള്ള സംരക്ഷണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അരക്ഷിതാവസ്ഥ വരുമ്പോൾ എവിടെയാണ് അതിൻ്റെ ന്യൂനത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഭരണകർത്താക്കളുടെ ചുമതല. അത് ഭരണകർത്താക്കൾ അത് കാണുന്നില്ല എങ്കിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അപ്പോൾ ക്രമസമാധാനത്തിൽ തകർച്ച വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ സംവിധാനത്തിൽ നമുക്ക് രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പൊ തന്നെ സുനാമി അല്ലെങ്കിൽ മറ്റേ ചുഴലിക്കാറ്റ് വന്നു. ഈ ചുഴലിക്കാറ്റ് വന്ന അവസരത്തിൽ നേരത്തെ തന്നെ അതിന്റെ പ്രവചനം കൊടുത്തിരുന്നു. 30-ാം തീയതി അതിക്ക് മുമ്പ് 29-ാം തീയതി 28-ാം തീയതിയായിട്ട് ഡൽഹിയിൽ നിന്ന് എൻ്റെ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ ജാഗ്രത ആയിരിക്കണമെന്ന്. ആ ജാഗ്രത പാലിക്കണമെന്നുള്ള മെസ്സേജുകൾ ജനങ്ങളിലേക്ക് കൊടുക്കുവാൻ വൈകിപ്പോയി. അതിൻ്റെ ദുരന്തമാണ് നിരവധി പേര് മരിച്ചു എന്ന് പറയാൻ ഉള്ള കാരണം പ്രകൃതിക്ഷോഭം ഭൂമിയുടെ ജന്മം മുതൽ പ്രകൃതിക്ഷോഭം ഉള്ളതാണ്. അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതില് മറ്റു അത്ഭുതങ്ങളൊന്നുമില്ല. ഭൂമിയുടെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്ന ചില സംവിധാനത്തിന്റെ പരിണാമമാണ് ഈ സുനാമിയും അതുപോലെ തന്നെയുള്ള ഈ ചുഴലിക്കാറ്റുമെല്ലാം. അത് ഭരണ സംവിധാനവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിന് മുൻപ് ഭരണകർത്താക്കൾക്ക് അതിന് സൂചന കൊടുക്കാൻ പറ്റും. അപ്പോൾ ജനങ്ങൾ ജാഗ്രതരാകും. അപ്പോൾ മരണസംഖ്യ കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ മരണസംഖ്യ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഈ സൂചനകൾ സമയാസമയങ്ങളിൽ മനുഷ്യരിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭരണകർത്താക്കളുടെ കർത്തവ്യം. ഇവിടെ അത് പാലിച്ചില്ല. അതുകൊണ്ടാണ് പല മുക്കിലും മൂലയിൽ നിന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥ ഇവിടെയുണ്ട്, ഈ നിയമ സംവിധാനത്തിൽ നമുക്ക് രക്ഷയില്ലെന്ന് പറയാനുള്ള കാരണം. പക്ഷെ അത് വരാതിരിക്കുവാൻ നമ്മുടെ ഭരണകർത്താക്കള് മുൻകൂട്ടി ജാഗ്രതയോടുകൂടി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ജനങ്ങളെ അറിയിക്കും. കടലിൽ പോകണ്ടാത്തതാണെങ്കിൽ കടലിൽ പോകരുത് 24 മണിക്കൂർ നേരത്തേക്ക്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കരുത് 24 മണിക്കൂർ നേരത്തേക്ക്, ഇതെല്ലാം പറയേണ്ട. അതുപോലെ ഡാമിന്റെ സൈഡിൽ നിങ്ങൾ കയറിയിരിക്കുന്ന ഡാം ബ്രേക്ക് ചെയ്യുക, അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സൂചനകൾ കൊടുക്കേണ്ടത് നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ കർത്തവ്യമാണ്. ആ സർക്കാർ ആ കർത്തവ്യം നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പല കോർണറുകളിൽ നിന്നും പല മൂലയിൽ നിന്നൊക്കെ സംസാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംവിധാനത്തിൽ ജനങ്ങൾക്ക് രക്ഷയില്ല എന്ന്. പക്ഷെ തെറ്റാണ്. ഈ സംവിധാനത്തിൽ ജനങ്ങൾക്ക് രക്ഷയുണ്ട്. പക്ഷെ നമ്മുടെ ഭരണകർത്താക്കൾ സംയോജിതമായിട്ട് സമയത്ത് അത് പ്രവർത്തനം രംഗത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് വരുന്നത്. പിന്നെ മറ്റു നിയമ സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഇപ്പൊ ഉണ്ടായ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ ഈ സബ്ജക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് ആ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സംവിധാനത്തിന് തെറ്റുകളൊന്നുമില്ല, അത് നയിക്കുന്ന ആൾക്കാരിലാണ് തെറ്റുകൾ. സംവിധാനം നല്ല സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്.
കാരണം ടെക്നോളജി വളരെയധികം അഡ്വാൻസ് ആയി കഴിഞ്ഞ അവസരത്തിൽ ഈ ഭൂകമ്പം വരുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ സിഗ്നൽ കൊടുക്കും, അത് കൊടുക്കും. ആൻറ്റി എപ്പി സെൻറ്ററത്തിലുള്ളവർ മാറി താമസിച്ചുള്ളതെന്ന് അതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ പ്രവർത്തന രീതികൾ ശരിയാകുന്നില്ല, അതുകൊണ്ടാണ്. അല്ലാതെ നിയമത്തിൻ്റെ കുഴപ്പമല്ല, പ്രവർത്തന രീതികൾ ശരിയല്ല. അത് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് മടിയുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ലിഥാർജിക് ചിന്തയാണ്, എന്താ ഒരാൾ മരിച്ചാൽ ഇവിടെ അനേകം ജനങ്ങൾ ഉണ്ടല്ലോ ജീവിക്കാൻ എന്നുള്ളതാണ് ആ ചിന്ത വരുന്നത്. അതല്ല, ഓരോ മനുഷ്യനും മരിക്കുമ്പോൾ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബന്ധുക്കൾക്കും അവരുടെ സ്നേഹിതന്മാർക്കും എപ്പോഴും ഒരു ദുഃഖമുണ്ട്. ഒരാൾ മരിച്ചാൽ ഒന്നുമില്ല, അടുത്തയാൾ 10 വരുന്നുണ്ടെന്നുള്ള ചിന്തയെല്ലാം ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു മരണം. അതുപോലെ ജനനവും അവരെ അലട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കും. മരണം ഒരിക്കലും സന്തോഷിപ്പിക്കാറില്ല. ചില അവസരങ്ങളിൽ വലിയ അക്രമിയാണെങ്കിൽ മാത്രമേ ഒരു മരണം ചിലവരിൽ സന്തോഷം പകരുകയുള്ളൂ, അല്ലെങ്കിൽ സന്തോഷം പകരാറില്ല. ജനനമാണ് പകരാറുള്ളത്. പക്ഷെ മരിക്കുന്ന അവസരത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോരായ്മകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നിയമസംഹിത ഉണ്ട്, ആ സമിതിയിൽ ക്രമസമാധാനം വരാതിരിക്കുവാൻ നോക്കുന്നത് ഭരണകർത്താക്കളുടെ ചുമതലയാണ്. അതിനുവേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി രാഷ്ട്രീയ ചക്രം തിരിക്കുക, അതാണ് നമ്മുടെ ആവശ്യം. അതിനാണ് ഇലക്ഷൻ നിൽക്കുന്നത്. ഓരോ സമയത്തും ഭരണകർത്താക്കൾ മോശമാണെങ്കിൽ അടുത്ത 5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു ഭരണം വരുന്നു. എന്തിനാണ്? കാഴ്ചവെക്കുകയാണ് ഓരോരുത്തരും ആരുടെ ഭരണമാണ് നല്ലതെന്ന് നോക്കിയുണ്ട് അതിനനുകൂലമായിട്ട് അടുത്ത ഇലക്ഷനിൽ പെരുമാറും ജനങ്ങൾ. ബുദ്ധിയുള്ളവരാണ് ജനങ്ങൾ. പക്ഷേ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടും അധികം കാലം അല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, ഇന്ത്യൻ ജനങ്ങളും പ്രബുദ്ധരാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മാറി മാറി കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മാറി മാറി ഓരോ പ്രാവശ്യവും ഭരണകർത്താക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വരില്ല. അപ്പൊ പ്രബുദ്ധരായ ജനങ്ങളാണ്. അവരെ നയിക്കുവാൻ വേണ്ടി, നല്ല ഭരണം കാഴ്ചവെക്കുവാൻ വേണ്ടി എലക്ട് ചെയ്ത് വിടുന്ന ആൾക്കാർ ശ്രമിക്കണം. അതിനുള്ള ഉദ്ദേശമായിരിക്കണം ഈ ഇലക്ഷനിൽ, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ആൾക്കാർ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. അല്ലെ, രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അധികാരത്തിലേക്ക് വരുന്നത്. അതെ. പക്ഷെ നമ്മളുടെ വിഷയം അതല്ല. ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർക്ക് ജനങ്ങളോടുള്ള ബാധ്യതകൾ അവർ പൂർണ്ണമായിട്ട് നിറവേറ്റുന്ന കാര്യത്തിൽ അവര് എത്രമാത്രം അതിൽ വിജയിക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് അപകട കാര്യങ്ങളെക്കുറിച്ചോ വേണ്ട സ്ഥലങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവര് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട സമയത്ത് എത്തിച്ചില്ല എങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പോൾ അവരെ കൊടുക്കേണ്ട, ഡൽഹിയിൽ നിന്ന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം അവർ കൊടുത്ത സമയത്ത് കൊടുത്തു എന്ന് പറയുന്നു. അത് ഇവിടെ കിട്ടിയത് വൈകിയാണെന്ന് പറയുന്നു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത് വേണ്ടത്ര രീതിയിൽ നേരത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ജനങ്ങളെല്ലാം കടലിൽ പോയെന്നും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയം. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജനങ്ങളുടെ ജീവന് ഈ ഭരണാധികാരികൾ എന്ന് പറയുന്ന ആളുകൾ ജനങ്ങളുടെ ജീവൻ എത്രമാത്രം വിലകൽപ്പിക്കുന്നുണ്ട്, അതാണ് എത്രമാത്രം വിലകൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആര് ഭരിച്ചാലും നമ്മൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ ഈ ഭരിക്കുന്ന ആളുകൾ ഏത് തരത്തിൽ ഭരിക്കണമെന്നും ആ ജനങ്ങളോടുള്ള ബാധ്യതകൾ എന്താണെന്നും ജനങ്ങളോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്യാവശ്യമാണ്. കാരണം എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് മേടിച്ചുകൊണ്ടാണ് ഈ ആളുകൾ വോട്ട് തേടി അധികാരത്തിൽ പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അവര് സ്വയം മറന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ജനങ്ങൾ പ്രകോപിതരാകുന്നത്, അക്രമങ്ങൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് എന്തു തന്നെ ആയാലും നമ്മൾക്കിവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവം ഉണ്ടായി. അതിന്റെ പേരിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു, അപകടങ്ങൾ ഉണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇത് തീർത്താൽ തീരാത്ത സംഭവമാണ്. പക്ഷേ ഇതാണ്. അപ്പൊ എന്താണ് നമ്മളുടെ ബഹുമാനപ്പെട്ട സുമി അഡ്വക്കേറ്റ് പറയുന്നത്? ജനങ്ങൾ സുരക്ഷിതരാണോ? നമ്മളിന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് തന്നെ ഇന്നത്തെ ക്രമസമാധാനം, അതിൽ ജനങ്ങൾ സുരക്ഷിതരാണോ അല്ലയോ എന്നാണ്. ഇന്ന് നമ്മൾക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളും അത് ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, അതിൽ തെറ്റുകൾ സംഭവിച്ചാൽ അതിനുള്ള പണിഷ്മെന്റ് എല്ലാം നമ്മൾ അതിൽ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. അതാത് രീതികളിൽ ആ ശിക്ഷാ നടപടികളും മറ്റും നമ്മൾ നടപ്പാക്കിയാൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സംഭാഷണം ശരിയായി വരാവുന്നതാണ്. കാരണം എല്ലാവരും ഒരു നിയമസമ്മതിയിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാം. പക്ഷേ
ഇന്ന് നമ്മളെ ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന നമ്മളെ ഭരണാധികാരികൾ ആ നിയമങ്ങളെ വളച്ചൊടിക്കുന്നു. അതാണ് സത്യം. ആ നിയമങ്ങളെ എങ്ങനെ വളച്ചൊടിച്ച് അത് തെറ്റായ രീതിക്ക് കൊണ്ടുപോകാം, അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനങ്ങളിൽ ശരിക്കും നമ്മൾ പറയില്ല, ഒരു ഉത്തോപ്യൻ ഐഡിയ എന്ന് പറയുന്ന പോലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത്. എങ്ങനെ എൻ്റെ പോക്കറ്റ് നിറക്കാം, അതാണ് ചിന്താഗതി ഇന്ന്. അത് ഏത് ഒരാളെ അടച്ചു പറയുന്നതല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും എന്തായാലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്ക് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും, ഇതിലേക്ക് കയറി എങ്ങനെ 5 കൊല്ലം കൊണ്ട് എനിക്ക് എന്തൊക്കെ നേടാം, അത് മാത്രമുള്ള ചിന്തയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. എനിക്കൊരു മന്ത്രിയാവാം, അതെ, എങ്ങനെ മന്ത്രിയാകാം, അതാണ് അവിടെ ചോദ്യം. എങ്ങനെ മന്ത്രിയാകണം, അതിനുള്ള വഴികൾ എന്താണ്, അതിന് പുറകെ നിൽക്കുന്നവരെ എങ്ങനെ തുരുത്തിക്കൊണ്ട് വേണം അതിലേക്ക് കടക്കണം, അതാണ് ഇന്നത്തെ ചിന്ത. അല്ലാതെ ജനങ്ങളെ രക്ഷിക്കണം, ഒരു നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കണം, അതൊന്നുമല്ല ഇന്നത്തെ നീതിയല്ല. അതിന് നീതിയോ അല്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കുന്നവരെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വരുന്ന അതായത് ഇപ്പൊ ക്രമസമാധാനം പാലിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന്റെ സെക്ഷനാണ്, ജുഡീഷ്യറി നിയമം നോക്കുന്നു. അവരല്ല തെറ്റുകാരാവുന്നത്, അവരെ ഭരിക്കുന്നവരാണ് തെറ്റുകാരാവുന്നത്. അവരെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ ആളുകളെ എന്ത് പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, കാരണം ഞാൻ അവരെ രക്ഷപ്പെടുത്താനുള്ള നിയമങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതങ്ങനെ വളച്ചൊടിച്ചാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് ഇന്ന് നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഒരു സംശയം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടന്നുകൂടിയിരിക്കുന്നത്. ഇന്നത്തെ ക്രമസമാധാനത്തിന് ജനങ്ങൾ രക്ഷ തേടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ സന്തുഷ്ടരാണോ അല്ലയോ എന്ന്. രണ്ടാമത് ഇപ്പൊ നമ്മള് സംസാരിച്ച ഒരു സംഭാഷണം എന്താന്ന് വെച്ചാല് ഓക്കി ചുഴലിക്കാറ്റ് വന്നതിനെ തുടർന്നാണ്. ഇതില് എനിക്കറിയാൻ കഴിഞ്ഞത്, കുറച്ച് ദിവസത്തെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാല് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലാഷ് മോബ് പോലെ ഇങ്ങനെ വന്നായിരുന്നു ഇതിനു മുമ്പ്. ഈ ഓക്കി ചുഴലിക്കാറ്റ് വരുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് മോബ് പോലെ ഇങ്ങനെ വാട്ടർഫോൾ പോലെ ഉണ്ടായിട്ട് അന്ന് അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതും അന്ന് മൊബൈൽ വാട്സപ്പിൽ എല്ലാവർക്കും ഇത് വന്നു കാണണം. അപ്പൊ പറഞ്ഞത് ഇത് കുഴപ്പമില്ല, ഇത് വെറുതെ ചുമ്മാ ഒരു തട്ടിപ്പ് പോലെ വാട്സപ്പിൽ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിനു മുമ്പ് നമുക്ക് ഡൽഹിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ട് ജനങ്ങളോട് പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും പോയ ആളുകളുണ്ട്. പക്ഷേ ഇപ്പൊ കൂടുതലായിട്ട് കടലിൽ അകപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് 2 ആഴ്ച 3 ആഴ്ച മുമ്പ് പോയ ആൾക്കാരാണ്. അവരാണ് കൂടുതലായിട്ട് കടലിൽ അകപ്പെട്ട് ബോട്ട് മറിഞ്ഞ് പോയ ആൾക്കാർ. അപ്പോ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിന് പരിശ്രമിച്ച്, നാവികസേനയായാലും എയർഫോഴ്സ് ആയാലും എല്ലാവരും നല്ലോണം പരിശ്രമിച്ച് ഇന്നത്തെ രാവിലത്തെ ന്യൂസിലും ഉണ്ടായിരുന്നു, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ തീർത്തും നമുക്ക് അവരെ ഒരു തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങള് ഇപ്പോഴും ഞാൻ ന്യൂസിൽ കണ്ടതാണ്, വീട് വിട്ടിറങ്ങുന്നില്ല. അവരവരുടെ വീട് വിട്ടിറങ്ങാൻ ഒരിക്കലും ഒരു പേടി, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് പോകാനും അവരിപ്പോഴും ഭയക്കുന്നു. അപ്പോ നമ്മള് ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നവരെ കൂടെ നമ്മൾ നിൽക്കണം. അല്ലാതെ എന്റെ വീട് കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ നിയമത്തിനോട് ഒപ്പം നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ. ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു, അവർ സംസാരിച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിന്നോട്. എന്തുകൊണ്ട് ജനങ്ങൾ പറയുന്നു ഞങ്ങളെ നിങ്ങളുടെ സഹായത്തിന്റെ ഇതില് ഉൾപ്പെടുത്തിയില്ല എന്ന്? എങ്ങനെ ഉൾപ്പെടുത്തും? കാരണം ഈ ജനങ്ങളും ആ കടലിൽ പോയി അവരുടെ ജീവന അപായത്തിലായാൽ ഈ ഗവൺമെന്റിനെ തന്നെ നാളെ ഈ ജനങ്ങൾ പറയും. അപ്പോ അതില്ലാതിരിക്കാൻ അവർ ആവും വിധം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ 2 കൂട്ടരും ജനങ്ങളിപ്പോ നമ്മുടെ മുണ്ടിക്കൽ സാറ് പറഞ്ഞ പോലെ ബുദ്ധിമാന്മാരത് തീർത്തു പറയില്ല. ഞാൻ അടങ്ങുന്ന ജനസമൂഹം തെറ്റുള്ളവരെ തന്നെയാണ് വീണ്ടും ഇലക്ട് ചെയ്ത് കയറ്റുന്നത്. ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റെന്ന് നമ്മൾ നോക്കാതെ നമുക്ക് ആ ഒരു കാര്യശേഷി ഇല്ലാതെയാണ് നമ്മൾ വീണ്ടും ആൾക്കാരെ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ നിയമവ്യവസ്ഥയില് ജനങ്ങളായാലും രാഷ്ട്രീയക്കാരായാലും ജുഡീഷ്യറി ആയാലും ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായാലും നമ്മൾ എല്ലാവരും വേണ്ട വിധം കാര്യക്ഷമതയോടുകൂടിയും ബുദ്ധിയോടുകൂടിയും പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സുരക്ഷിതരാകാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ചട്ടങ്ങളെയോ നിയമങ്ങളെയോ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ജനങ്ങളും ഓരോ പൗരന്മാർക്കും അതിൻ്റെതായ റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ച് പോയാൽ മാത്രമേ നമ്മൾ സുരക്ഷിതരാകുള്ളൂ. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിരവധി ആളുകൾ പ്രവർത്തിക്കുവാനും രക്ഷപ്പെടുത്തുവാനും
സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെ ഉണ്ടാവും. ഒരു സംഭവം ഉണ്ടാവും. ഈ സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നുവെങ്കിൽ, അങ്ങനെ എടുത്താൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും പല പാലകരും സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ആ കാര്യത്തിൽ മുൻകരുതലെടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടത് ഇല്ലാതെയാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മറുപടി പറയുവാൻ ആർക്കും സാധിക്കുന്നില്ല. എന്താണ് ഷജിൻ സാറിന്റെ അഭിപ്രായം? ഓഖി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന പരിപാലനത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഓഖി ചുഴലിക്കാറ്റ് വന്നപ്പോൾ അതിന് മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള അറിയിപ്പ് സർക്കാരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അത് അവഗണിക്കുകയോ അല്ലെങ്കിൽ കാര്യമായ പ്രസക്തി നൽകാതെ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ടാണ് ഓഖി ചുഴലിക്കാറ്റിന് തുടർന്നുണ്ടായ അത്യാഹിതത്തിന്റെ തീവ്രത കൂടിയത്. ഈ പശ്ചാത്തലത്തിൽ ക്രമസമാധാനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത് അതിനു മുമ്പ് തന്നെ പല സൂചനകൾ പലപ്പോഴും പല സമയത്ത് പല സന്ദർഭങ്ങളായിട്ട് പോലീസിന് ലഭിക്കാറുണ്ട്. അതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൃത്യമായ ശ്രദ്ധ ചെലുത്താൻ പറ്റാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇവിടുത്തെ പ്രധാനമല്ല മിക്ക കുറ്റകൃത്യങ്ങളും നടന്നു വരുന്നത്. അപ്പോൾ ഈ ക്രമസമാധാന സംവിധാനത്തിൽ ജനങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചക്കയിട്ടപ്പോൾ മൊയില് ചത്തു എന്ന് പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ട് സുരക്ഷിത എന്ന് പറയാം എന്നുള്ളതല്ലാതെ ക്രമസമാധാന പരിപാലനത്തിന്റെ സംവിധാനത്തിന്റെ കരുത്ത് കൊണ്ടല്ല ജനങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള 2-3 കൊലപാതക കേസുകളുടെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നിഷാം ചന്ദ്രബോസിനെ കൊണ്ടൊരു കൊലപാതകം, അതിനുശേഷം ജിഷ വധക്കേസ്, അപ്പോൾ മൂന്നാമതായിട്ട് ഉദയഭാനു ഇടപെട്ടു എന്ന് പ്രതിയായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള കൊലപാതക കേസ്. ഈ 3 കൊലപാതക കേസിലും പോലീസിന് വ്യക്തമായിട്ടുള്ള അവിടെ എന്തോ ഒരു അന്വേഷണം നടക്കുന്നതിനുള്ള ഒരു സൂചന പോലീസിനുണ്ടായിരുന്നു. ചന്ദ്രബോസ് നിഷാമിന്റെ കാര്യത്തിൽ പോലീസിന് സൂചനയുണ്ടായിരുന്നു. നിഷാം കുഴപ്പം കാണിക്കുന്നതിനെ പറ്റി, ജിഷയുടെ വീട്ടിലും പരിസരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനെ പറ്റി പോലീസിന് സൂചനയുണ്ടായിരുന്നു. രാജീവ് നിരന്തരം പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു സുരക്ഷിതം വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ പല കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് പോലീസിന് ഒരു കൃത്യമായ സൂചന ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ വിരയായി തീർന്നിട്ടുള്ളവരെ പോലീസിന് മുമ്പിൽ സഹായം തേടി പലതവണ ചെന്നിട്ടുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ പലപ്പോഴും അവഗണിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ മിക്ക കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ, ഇത് ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യം 100 കുറ്റകൃത്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 80% കുറ്റകൃത്യങ്ങളിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പോലീസ് വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റും. കാരണം കുറ്റകൃത്യത്തിന്റെ സൂചന പോലീസിന് എവിടെ നിന്നെങ്കിലും കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനം കാണുമ്പോൾ ആ പുള്ളി ഒരു കുറ്റവാളിയാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള സൂചന വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് മുമ്പായിട്ട് സൂചനകൾ പോലീസിന് ലഭിക്കാറുണ്ട്. ആ സൂചനയെ പിൻപറ്റിക്കൊണ്ട് പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ക്രമസമാധാന സംവിധാനത്തിൽ ജനങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് സുരക്ഷിതത്വം അനുഭവിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. സംവിധാനത്തിന്റെ സൂക്ഷ്മത കൊണ്ടോ സംവിധാനത്തിന്റെ കെട്ടുറപ്പ് കൊണ്ടോ അല്ല സുരക്ഷിതത്വം ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടും കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുകയും കൃത്യമായ അന്വേഷണം നടക്കാതെ പോവുകയും ഒക്കെയുള്ള സാധ്യതകൾ കൊണ്ടും കുറ്റകൃത്യങ്ങൾ പെരുകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ അടിയന്തരമായി മാറ്റേണ്ടതുണ്ട്. ഈ ഇന്ത്യൻ പോലീസിന്റെ അല്ലെങ്കിൽ കേരള പോലീസിന്റെ സംവിധാനം, കുറ്റകൃത്യ അല്ലെങ്കിൽ ക്രമസമാധാന സംവിധാനം ഗണ്യമായ തോതിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സേവനത്തിന് വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനമല്ല ഇന്ത്യയിൽ പിന്തുടർന്നു കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് സംവിധാനത്തിലെ അടിച്ചമർത്തണം എന്നുള്ള മുഖ്യ ലക്ഷ്യത്തോടു കൂടിയുള്ള പോലീസ് സംവിധാനമാണ് ഇന്നും കേരളത്തിലും ഇന്ത്യയിലും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് കാലാകാലങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ധാരാളമായിട്ടുള്ള വിധി നയങ്ങൾ പുറപ്പെടുവിക്കുകയും എന്നാൽ അത് ഒരു സർക്കാരുകളും കാര്യമായി മുഖവിലക്കെടുത്ത് അതനുസരിച്ച് കാലാനുഗതമായ മാറ്റം വരുത്തുവാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്.
അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആഭ്യന്തരം കൈയാളുന്ന പാർട്ടി അല്ലെങ്കിൽ വ്യക്തിക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് പോലീസിനെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ജനസേവനത്തിന് തൽപരരായിട്ടുള്ള ഒരു സംവിധാനമായി മാറ്റാൻ തയ്യാറാകുന്നത്. അങ്ങനെ സംവിധാനം ജനസേവനത്തിന് തയ്യാറാവുന്ന സംവിധാനമാക്കി മാറ്റാൻ തയ്യാറാവാത്തത്തോളം കാലം ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ഈ കുറ്റകൃത്യങ്ങളുടെ അളവ് വളരെ ഗണ്യമായി കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും സംവിധാനം ഉണ്ടാക്കുവാൻ ഒരുപാട് യത്നിക്കേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള കൊലപാതകത്തിൽ പോലീസിനടുത്ത് നിരന്തരം പരാതിയായിട്ട് ചെല്ലുകയും ഹൈക്കോടതിയിൽ പരാതിയായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പിന്നീട് ഇരയാക്കി കൊല്ലപ്പെട്ടത്. അവിടെയൊക്കെ പോലീസ് ഇടപെട്ടാണെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രമസമാധാന സംവിധാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വീഴ്ചകൾക്ക് വിരുദ്ധമല്ല, മറിച്ച് ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഒരു പരിധിവരെയെങ്കിലും ജനങ്ങൾ സുരക്ഷിതരായി ജീവിക്കുന്നത് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സംവിധാനത്തിന് കാതലായ മാറ്റം വരിക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ ഈ ഓഖി കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. അവിടെയും വീഴ്ചകൾ ഉണ്ടായിരുന്നു. സൂചനകൾ അനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ഈ അത്യാഗ്രഹത്തിന്റെ കാഠിന്യം കുറയ്ക്കാമായിരുന്നു. അത് തന്നെയാണ് പോലീസ് സംവിധാനത്തിൽ ക്രമസമാധാന സംവിധാനത്തിൽ നിലനിൽക്കുന്നതാണ് എന്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷൈൻ സാർ അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മയെല്ലാം അതികഠിനമായിട്ട് തന്നെ പേടിപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം മുൻകരുതൽ വേണ്ട രീതിയിൽ എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഇത്രത്തോളമുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു കാര്യം എടുത്തു പറഞ്ഞു. ഇവിടെയുള്ള ക്രമസമാധാനത്തിൻ്റെ ആ ഒരു തോതുകൊണ്ടല്ല ഇവിടുത്തെ ജനങ്ങളെല്ലാം സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നത്. അത് സത്യമാണത്. കാരണം ദൈവാധീനം കൊണ്ടും അവരവരുടേതായിട്ടുള്ള ആ മനോഭാവവും പ്രവൃത്തിയും ചിന്തയും ക്ഷമയും സഹനവും ഒക്കെ കൊണ്ട് മാത്രമാണ് ഇവിടെ ഓരോ മനുഷ്യരും അനുദിനം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രമസമാധാനം കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവം അറിയുമ്പോൾ പോലീസ് വരും. അവർ വന്നു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് നടപടി എന്തെങ്കിലും സ്വീകരിക്കുന്ന ആ സമയം തന്നെ ഭരണ തലപ്പത്ത് നിന്നുകൊണ്ട് ഭരണ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരെ ശുപാർശ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. പല കേസുകളും ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഷൈൻ സാർ എടുത്ത് പറയുകയുണ്ടായി. ഇതുപോലെ തന്നെയാണ് ഇതിനോട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറൊരു സംഭവം. ചില ന്യായാധിപന്മാർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ന്യായാധിപന്മാരാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ചില നിരപരാധികളുണ്ട്. അതായത് കുറ്റക്കാരനാണെന്നുള്ള ധാരണയിൽ കസ്റ്റഡിയിലെടുക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് അവൻ തീരെ അവശനായി രോഗിയായി ക്ഷയിച്ചു കഴിയുമ്പോൾ അവന് എന്ത് നീതിയാണ് ഇവിടെ കൊടുക്കുന്നത്? എന്ത് പ്രതിഫലമാണ് കൊടുക്കുന്നത്? എന്ത് സംവിധാനമാണ് അവന് കൊടുക്കുന്നത്? അവന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള തകർച്ചയും അവന്റെ ജീവിതം തന്നെ നശിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ന്യായവും നീതിയും ആണ് അവന് കൊടുക്കുന്നത്, അവന് ലഭിക്കുന്നത്? ചിലപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ നമ്മളുടെ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു സംഘടനകളോ ഒച്ചയും ബഹളോ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തുന്നിരിക്കും. ഇതുകൊണ്ട് ആ പ്രശ്നം അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. പിന്നെ ഒരു നടപടിയും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ഞാനെടുത്ത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി കേസുകൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന നിരപരാധികളുടെ കഥനകഥകൾ, ആ കുടുംബങ്ങളുടെ ദുഃഖങ്ങൾ വളരെ ശോചനീയമാണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ ഈ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രമസമാധാനത്തിന്റെ ആ സമാധാനത്തിന് ഏറ്റിട്ടുള്ള മൂല്യച്യുതനെയാണ്. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് നമ്മളുടെ ഈ ക്രമസമാധാനത്തിന്റെ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കടന്നു പോകുന്നത്. വളരെ സങ്കടമുണ്ട്.